പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സ്വയം ജീവനൊടുക്കിയ ഭിന്നശേഷിക്കാരൻ ജോസഫിന്റെ സംസ്കാരം അല്പസമയത്തിനകം. കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട് ക്രിസ്തുരാജ ദേവാലയത്തിലാണ് സംസ്കാരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി UDF പ്രവർത്തകരും ജോസഫിന്റെ ബന്ധുക്കളും കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധിച്ചു. 5 മാസത്തിലേറെയായി പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്കാണ് ചക്കിട്ടപ്പാറ മുതുകാടെ ഭിന്നശേഷിക്കാരനായ ജോസഫ് സ്വയം ജീവനൊടുക്കിയത്. പിന്നാലെ വലിയ പ്രതിഷേധങ്ങളുമാണ് ഉയരുന്നത്. ഇന്ന് ഉച്ചയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം വഹിച്ച് ബന്ധുക്കളും UDF പ്രവർത്തകരും കളക്ടറേറ്റിന് മുൻപിലെത്തി പ്രതിഷേധിച്ചു. പിണറായി സർക്കാർ മരിച്ചിരിക്കുന്നു എന്ന മുദ്രാവാക്യമുയർത്തി കളക്ടറേറ്റിന് മുൻപിൽ റീത്തും സമർപ്പിച്ചു. സർക്കാർ ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് പെൻഷൻ നൽകുന്നില്ലെന്ന് MK രാഘവൻ MP ആരോപിച്ചു. ജോസഫിന്റെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരവും വീടും ജോലിയും നൽകണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഈ അവകാശങ്ങൾ നേടിയെടുക്കും വരെ കോൺഗ്രസ് സമരരംഗത്തിറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജോസഫിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ കളക്ടറുടെ ചേംബറിന് മുൻപിൽ സമരം നടത്തി. സമരത്തിന് നേതൃത്വം നൽകിയ സംസ്ഥാന സെക്രട്ടറി TPM ജിഷാനടക്കം 4 യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.